കനേഡിയൻ ഇലക്ഷന് ശേഷം കാനഡയുടെ നിർണായക ദിനങ്ങളായിരുന്നു ഈ ദിവസങ്ങൾ. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസമാണ് കനേഡിയൻ പ്രൈം മിനിസ്റ്റർ മാർക്ക് കാർണി തൻ്റെ US സന്ദർശനം ആദ്യമായി നടത്തിയതും വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ ഡൊണാൾഡ് ട്രംപുമായി ആദ്യ മീറ്റിംഗ് നടത്തിയതും. വാർത്താ ചാനലുകളും കനേഡിയൻസും എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. കനേഡിയൻ പ്രധാനമന്ത്രി അവിടെ എത്തിയപ്പോൾ തന്നെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് വളരെ ഫ്രണ്ട്ലി ആയിട്ട് അദ്ദേഹത്തോട് സംസാരിക്കുകയും കാനഡയുടെ പ്രൈം മിനിസ്റ്റർ ആയതിൽ അഭിനന്ദിക്കുകയും ചെയ്തു. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ നിർണായക ചോദ്യം കനേഡിയൻ പ്രധാനമന്ത്രിയോട് US പ്രസിഡന്റ് ചോദിക്കുന്നത്. ആ ചോദ്യം ഇതാണ്: When you get rid of that artificially drawn line, somebody drew that line many years ago with like a ruler, just like a straight line right across top of the country. When you look at that beautiful formation, when it's together, I say that's the way it was meant to be. കാനഡ അമേരിക്കയുടെ ഭാഗമാകുക, 51ാമത് സ്റ്റേറ്റ് ആയിട്ട് മാറുക, അദ്ദേഹത്തിൻ്റെ 100 ദിവസങ്ങളായിട്ടുള്ള സ്ഥിരം പല്ലവി തന്നെയായിരുന്നു അത്. ഈ മീറ്റിങ്ങിന് തൊട്ടു മുമ്പും അദ്ദേഹം ഇത് ആവർത്തിച്ചിരുന്നു. അത് വളരെയധികം കോളിളക്കം ഉണ്ടാക്കിയിരുന്നു. ഈ മീറ്റിങ്ങിലും ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന് മാർക്ക് കാർണിക്ക് അറിയാമായിരുന്നു. കനേഡിയൻ പ്രധാനമന്ത്രിയുടെ ഉത്തരം കേൾക്കുക. കാർണി റെസ്പോണ്ടഡ്, "As you know from real estate, there are some places that are never for sale." അദ്ദേഹം വളരെ നല്ല ഭാഷയിൽ ഡൊണാൾഡ് ട്രംപിന് നല്ല മറുപടി കൊടുത്തു. വൈറ്റ് ഹൗസോ ബക്കിംഗ്ഹാം പാലസോ ഒന്നും സെയിലിനുള്ളതല്ല. എന്നാൽ അത് വളരെ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെ അദ്ദേഹം അവതരിപ്പിച്ചു. വളരെ നല്ലൊരു ലീഡറാണ് എന്ന് ആ മീറ്റിങ്ങിൽ അദ്ദേഹം തെളിയിച്ചു. കനേഡിയൻസിനൊക്കെ സന്തോഷമായി. ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. നമുക്കറിയാം, താരിഫ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അലൂമിനിയത്തിലും സ്റ്റീലിനുമുള്ള താരിഫ് തുടരുന്നു. ഓട്ടോ പാർട്സിൻ്റെ കുറച്ചൊക്കെ ഇളവ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ഒഷാവ പ്രദേശത്ത് തന്നെ ലേ ഓഫുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഓട്ടോ ഇൻഡസ്ട്രിയിലെ ജോലികളാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ചൈനയുടെ താരിഫ് വരാൻ പോവുകയാണ്. ചൈനയിൽ നിന്നുള്ള ഷിപ്സ് വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഉയർന്ന താരിഫുമായിട്ട്. അത് കനേഡിയൻ ഇക്കോണമിയെയും കാര്യമായിട്ട് തന്നെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ CBCD റിപ്പോർട്ടിൽ എനിക്ക് കാണാൻ സാധിച്ചത്, ചൈനയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ, നമുക്കറിയാം ചൈനയിൽ നിന്നാണ് അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ എത്തുന്നത്. പ്രത്യേകിച്ചും അമേരിക്ക എന്ന് പറയുന്നത് ഒരു കൺസ്യൂമർ മാർക്കറ്റ് തന്നെയാണ്. നമ്മുടെ കേരളം പോലെ തന്നെ ധാരാളം സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നവരുടെ നാട്. അവിടെ എല്ലാ വസ്തുക്കളും പല രാജ്യങ്ങളിൽ നിന്നാണ് അവിടെ എത്തിച്ചേരുന്നത്. ഉദാഹരണത്തിന് നൈക്കി ഷൂ, അത് അമേരിക്കയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ $400 വില വരും അതിൻ്റെ ഒരു ബേസിക് മോഡലിന്. എന്നാൽ നമുക്കറിയാം ഇപ്പോൾ അത് $130 മുതൽ $150 വരെയുള്ള നിരക്കിന് കിട്ടുന്നതാണ്. ഈ സപ്ലൈ ചെയിന് ഡിസ്ട്രപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വില താരതമ്യേന ഉയർന്നു തന്നെ വരും. എല്ലാ സാധനങ്ങളും, പ്രത്യേകിച്ചും ഹൗസ് ഹോൾഡ് നോക്കി കഴിയുമ്പോഴേക്കും, ഇപ്പോൾ ഹെയർ ആൻഡ് മേക്കപ്പ് സാധനങ്ങളാണെങ്കിൽ, ഉദാഹരണത്തിന് ഹെയർ ഡ്രയർ, ബ്ലോവർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളായിട്ടുള്ള ഇവിടുത്തെ ഉപകരണങ്ങളായിട്ടുള്ള ബ്രെഡ് ടോസ്റ്റർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 95% ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും അത് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നതും ചൈനയിൽ നിന്നാണ്. അങ്ങനെ ഉദാഹരണങ്ങൾ എടുക്കുകയാണെങ്കിൽ പല സാധനങ്ങളുമുണ്ട്. അവയൊക്കെ അമേരിക്കയിൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ വളരെ ഉയർന്ന വേതനം കൊടുക്കുകയും അതിനാൽ നമുക്കറിയാം സ്വാഭാവികമായിട്ട് തന്നെ വസ്തുക്കളുടെ വില കൂടുകയും ചെയ്യും. ചൈനയിൽ നിന്നോ വിയറ്റ്നാമിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ ഒക്കെ ഇനി സാധനങ്ങൾ ഇറക്കുമതി ചെയ്യണമെങ്കിൽ താരിഫും വരുന്നുണ്ട്. മറ്റു രാജ്യങ്ങൾ ഇതിൻ്റെ പ്രയോജനങ്ങൾ എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പല കമ്പനികളും ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്ക് പ്രൊഡക്ഷൻസ് മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് താരിഫിൻ്റെ വാർത്തകൾ. ഇതൊക്കെ കനേഡിയൻ ഇക്കോണമിയെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത പ്രധാന ചർച്ച, കാനഡ പിളരുകയാണോ? കാനഡയിലെ പ്രധാന സ്റ്റേറ്റ് ആയിട്ടുള്ള ആൽബർട്ട, നിരവധി റിസോഴ്സുകളുള്ള ആൽബർട്ട, കാനഡയുടെ നെടും തൂണായിട്ടുള്ള ആൽബർട്ട കാനഡയിൽ നിന്നും മാറുകയാണോ? പല പല വാർത്തകളും ചർച്ചകളും ഒക്കെ എല്ലാ ചാനലുകളിലും ഞാൻ കാണുന്നുണ്ടായിരുന്നു, അവയെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വിശദാംശങ്ങളിലേക്ക് കടന്നു കഴിയുമ്പോഴേക്കും ഈ ഒരു പ്രഖ്യാപനത്തിനോ അല്ലെങ്കിൽ ഇത്തരം പ്രസ്താവനകൾക്കോ
ആക്കം കൂട്ടിയിരുന്നത് US പ്രസിഡന്റിൻ്റെ 51ാമത് സ്റ്റേറ്റ് പ്രസ്താവന തന്നെയാണ്. എന്നാൽ ഇപ്പോൾ അതിന് ഒരു അയവ് വന്നിരിക്കുകയാണ്. ഈ മീറ്റിങ്ങിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഡാനിയൽ സ്മിത്ത്, അവരാണ് ആൽബർട്ടയുടെ പ്രീമിയർ, അവർ പറയുകയുണ്ടായി, സോവറിൻ സ്റ്റേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ രാജ്യമായിട്ട് തന്നെ ആൽബർട്ട മാറണമെങ്കിൽ ഒരു റഫറൻഡം നടത്തേണ്ടതായിട്ടുണ്ട്. അത് ഉടനെയല്ല നടത്തുന്നത്. സിറ്റിസൺസിന് താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള വഴി ഒരുക്കേണ്ടത് അവരുടെ ഒരു കടമയാണ്. എന്നാൽ അവർ ഉറച്ചു പറയുന്നില്ല ഇതൊരു മറ്റൊരു രാജ്യമായി മാറണമെന്നോ അല്ലെങ്കിൽ സോവറിൻ സ്റ്റേറ്റ് ആയിട്ട് മാറണമെന്നോ പറയുന്നില്ല. അതിനുള്ള വഴികൾ ഒരുക്കും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റഫറൻഡത്തിന് വേണ്ടിയുള്ള വഴികൾ. ഈ റഫറൻഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് വോട്ട് ചെയ്ത്, അല്ലെങ്കിൽ ലോക്കൽ ഇലക്ഷൻ നടക്കുമ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അത് സൈൻ ചെയ്ത് അതിൻ്റെ റിസൾട്ടിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അവിടുത്തെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ആൽബർട്ട പ്രോസ്പെറിറ്റി സൊസൈറ്റി എന്ന ഒരു സംഘടനയാണ് അവിടെ ഇതിനു വേണ്ടിയുള്ള ചുക്കാൻ പിടിക്കുന്നത്. അതിൻ്റെ നേതാവുമായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ CBC റേഡിയോയിൽ കേട്ട കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ആ വെബ്സൈറ്റ് പല വോട്ട്സും ഇങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ട്, ഒരു സർവേ പോലെ. അതിൽ ഇപ്പോൾ 30% ആൽബർട്ടൻസിൻ്റെ സപ്പോർട്ടാണ് കാണുന്നത്. അവർ പറയുന്നത് 220K ഇത്രയും ആളുകളുടെ സപ്പോർട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതിനെ വെസ്റ്റേൺ കാനഡ മൂവ്മെൻറ്റ് എന്നാണ് വിളിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ ഈസ്റ്റേൺ കാനഡയാണ് ഫെഡറൽ ഗവൺമെൻറ് വഴി കാനഡയെ മുഴുവനായിട്ട് ഭരിക്കുന്നത്. അതിൽ നിന്ന് അവർക്ക്, പ്രത്യേകിച്ചും കൺസർവേറ്റീവ്സിന്, ഒരു മാറ്റം വേണം എന്നാണ് ഇതിലൂടെ പറയുന്നത്. ഇതൊരു പ്രധാന വാർത്തയാണത് കാരണമാണ് ഞാൻ ഇന്ന് ഇത് ഡിസ്കസ് ചെയ്തത്. മറ്റ് ലോക്കൽ ന്യൂസുകളിലേക്ക് കടന്നു കഴിയുമ്പോഴേക്കും കാനഡയിലെ ഇപ്പോൾ വെതർ അപ്രതീക്ഷിതമായിട്ട് ചില ദിവസങ്ങളിൽ 10 താഴേക്ക് പോകുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഡിഗ്രി സെൽഷ്യസ് മുതൽ ഒരു 21 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒണ്ടേരിയോയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. മറ്റ് സ്ഥലങ്ങളിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ആൽബർട്ട, ന്യൂഫൗണ്ട്ലാൻഡ്, സസ്കച്വാൻ മുതലായ സ്ഥലങ്ങളിലേക്ക്. ഈ കഴിഞ്ഞ ദിവസം ന്യൂഫൗണ്ട്ലാൻഡിൽ ഒരു കാട്ടുതീയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. കാരണം നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ന്യൂസ് ചാനലാണിത്. ലേ ഓഫിൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിയുമ്പോഴേക്കും GMലാണ് ഇപ്പോൾ ലേ ഓഫിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ച് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒഷാവയിലെ പ്ലാന്റിൽ ചില ട്രക്കുകളുടെ രൂപീകരണത്തിൽ, അവരുടെ മാനുഫാക്ചറിങ്ങിലൊക്കെയാണ് കുറേ ഷിഫ്റ്റുകളൊക്കെ ഇപ്പോൾ കട്ടായിട്ടുണ്ട്. അങ്ങനെ പലരും ജോലിയില്ലാതെ ആയി മാറുന്നുണ്ട്. കാനഡയിലെ സംവിധാനങ്ങൾ നമ്മൾ നോക്കിക്കഴിയുമ്പോഴേക്കും ജോലി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 വർഷത്തേക്ക് നമുക്ക് എംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസിൽ പോകാൻ സാധിക്കും. അതാണ് ഒരു തൊഴിൽ സുരക്ഷ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് നേടാവുന്നതാണ്. അല്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റ് സംവിധാനം വഴി മറ്റ് ജോലികളിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിന് സെക്കൻഡ് കരിയർ എന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിനെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ജോലി പോകാനുള്ള സാധ്യതയുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ജോലികളിലേക്ക് കടക്കണമോ ഒക്കെ ഉണ്ടെങ്കിൽ, ഒരു കോഴ്സൊക്കെ ചെയ്ത് ഒരു പുതിയ പ്രൊഫഷൻ പഠിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് സ്കില്ലുകൾ പഠിച്ച് അതിനുള്ള ഫണ്ടൊക്കെ ഗവൺമെൻറ് തരും. അതുവഴി നമുക്ക് നമ്മുടെ ജോലി സുരക്ഷിതമാക്കാവുന്നതാണ്. എല്ലാ ജോലികളും ഒന്നും സുരക്ഷിതമല്ല. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ AI ആവിർഭാവവും അതോടൊപ്പം തന്നെ മറ്റു കോമ്പറ്റീഷൻസും ഒക്കെ കാരണം പല ജോലികളിലും കട്ട് നേരിടുന്നുണ്ട്. കരിയർ തിരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള ഒരു വ്ലോഗ് ഉടൻ തന്നെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം AI തൊഴിൽ സുരക്ഷയും അത് സംബന്ധിച്ചുള്ള കുറേ ചർച്ചകളും സിറ്റ് ഡൗൺ ടോക്സും നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ലോക വാർത്തകളിലേക്ക് കടന്നു കഴിയുമ്പോഴേക്കും ആശങ്ക ജനിപ്പിക്കുന്ന നിരവധി കാര്യങ്ങളും അതോടൊപ്പം തന്നെ ചരിത്ര മുഹൂർത്തങ്ങളുമാണ് ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇന്ത്യ പാക് സംഘർഷം. ആളുകളെല്ലാം നെഞ്ചിടിപ്പോടെ തന്നെയാണ് വാർത്തകൾ കാണുന്നത്. പ്രത്യേകിച്ചും പ്രവാസികൾ. നാട്ടിലേക്കുള്ള യാത്രകൾ ഇനി മുടക്കപ്പെടുമോ, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ക്യാൻസലേഷൻസ് ഇനി കൂടി വരുമോ, എയർപോർട്ടുകൾ അടയ്ക്കുമോ, ഇങ്ങനെയുള്ള ആശങ്കകളെല്ലാം ആളുകൾക്കുണ്ട്. നിങ്ങളുടെ യാത്രകളൊക്കെ അതനുസരിച്ച് പ്ലാൻ ചെയ്യുക. ക്യാൻസൽ ചെയ്യാവുന്ന യാത്രകളാണെങ്കിൽ മുന്നോട്ടാക്കുക. അല്ലെങ്കിൽ ട്രാവൽ ഏജൻസുമൊക്കെ ആയിട്ട് സംസാരിച്ച് കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുക. നമുക്കറിയാം ഇനി സെപ്റ്റംബർ ഇൻടേക്ക് സമയമാണ്. നിരവധി കുട്ടികൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയമാണ്. അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. നാട്ടിലൊക്കെ ഇപ്പോൾ നല്ല ഡിലേ വരുന്നുണ്ട്. പ്രത്യേകിച്ചും സെക്യൂരിറ്റി ചെക്കിൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ സമയമെടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് നേരത്തെ തന്നെ എയർപോർട്ടിൽ എത്തിച്ചേരുക. അടുത്ത പ്രധാന വാർത്ത,
ലയോ 14 മാർപ്പാപ്പ അദ്ദേഹം സ്ഥാനമേറ്റിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം നടന്ന തിരഞ്ഞെടുപ്പിൽ കത്തോലിക്ക സഭയുടെ പ്രതിനിധിയായിട്ട്, അധിപനായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. US-ൽ നിന്നുള്ള മാർപ്പാപ്പ, ആദ്യ US മാർപ്പാപ്പയാണ് അദ്ദേഹം. നിരവധി പ്രതീക്ഷകൾ നൽകുന്ന ദിവസങ്ങളുമാണ് ഇത്. US ഉക്രൈൻ ചർച്ചകൾ ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. നമുക്കറിയാം, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകളുടെ സമയത്ത് US പ്രസിഡന്റും അതോടൊപ്പം തന്നെ വ്ളാഡിമിർ സെലൻസ്കി ഉക്രൈൻ പ്രസിഡന്റും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച, അനൗപചാരിക കൂടിക്കാഴ്ച, അതിനുശേഷം ഒരു ഉടമ്പടി ഇപ്പോൾ തയ്യാറാക്കപ്പെട്ടിരിക്കുകയാണ്. 3 ദിവസത്തെ യുദ്ധ നിർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനവും അതോടൊപ്പം തന്നെ റെയർ എർത്ത് മിനറൽസിൻ്റെ ഖനനത്തിന് വേണ്ടിയുള്ള ഉടമ്പടിയും, ഉക്രൈനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി US ആവശ്യപ്പെട്ടിരുന്ന ആ ഉടമ്പടിയും സൈൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് സന്തോഷം നൽകുന്ന മറ്റൊരു വാർത്തയാണ് UK ഇന്ത്യ വ്യാപാര കരാർ. 3 വർഷമായിട്ട് ഇന്ത്യ നോക്കിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ UK നോക്കിക്കൊണ്ടിരുന്ന ആ കരാർ ഒപ്പിട്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി നല്ല ബന്ധങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതെല്ലാം ഡൊണാൾഡ് ട്രംപ് കാരണം ആണ് ഇത്ര ഫാസ്റ്റായിട്ട് നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ ബന്ധങ്ങൾ അമേരിക്കയോട് മാത്രമല്ലാതെ മറ്റു രാജ്യങ്ങളോടും കൂടി ചേർത്ത് നിർത്താനും അതോടൊപ്പം തന്നെ വ്യാപാരം തുടരാനുമാണ് ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും കാനഡയും പല രാജ്യങ്ങളുമായിട്ട് ഇപ്പോൾ പല ഉടമ്പടികളും സൈൻ ചെയ്ത് വരികയാണ്. ഒരു നല്ല ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ആഴ്ചത്തെ വാർത്തകളും വിശേഷങ്ങളും. നമുക്കിനി പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഞാൻ നാട്ടിലേക്ക് പോയി വന്നതിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കാണുക. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും വളരെ നന്ദി പറയുന്നു. നമ്മുടെ ലൈവ് സെഷനിലെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷന് നന്ദി പറയുന്നു. ആളുകളൊക്കെ പുറത്തിറങ്ങി നന്നായിട്ട് വ്യായാമം ചെയ്യുകയും അതോടൊപ്പം തന്നെ പാർക്കുകളിലൊക്കെ പോയി സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെ ഒരു നല്ല സ്പ്രിംഗ് സീസൺ ആഘോഷിക്കുക എല്ലാവരും. എല്ലാ അമ്മമാർക്കും മദേഴ്സ് ഡേയുടെ ആശംസകൾ. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.